പ്രതിപക്ഷ നേതാവുമായിട്ടുകൂടി ആലോചിച്ച് വേണം ആ പുനരധിവാസ പാക്കേജ് തയ്യാറാക്കാൻ. കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ ചെയ്യാതെ വന്നതിൻ്റേതായ പ്രയാസങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവിടുത്തെ പുനരധിവാസ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പം തന്നെ രാഹുൽ ഗാന്ധി 100 വീട് നിർമ്മിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അതിനകത്ത് ഒരു 5 വീട് എൻ്റേതായിട്ട് ഈ 100ൽ 5 വീട് ഞാൻ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. മറ്റ് പല MLA-മാരും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആ 100 വീടുകൾ നിർമ്മിക്കാൻ തയ്യാറാണ്. പക്ഷേ അതിനുവേണ്ടി എന്താണ് സ്ഥലം ഗവൺമെൻറ് തരുമോ, ടൗൺഷിപ്പ് ചൂണ്ടിക്കാണിച്ച് തരുമോ, ഇതൊന്നും വ്യക്തത ഉണ്ടായിട്ടില്ല. അതിൽ വ്യക്തത ഉണ്ടാക്കണം. പ്രതിപക്ഷത്തെ കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ടായിരിക്കണം അവിടുത്തെ പുനരധിവാസ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണം കാരണം നടത്തേണ്ടത്. കാരണം പുത്തുമലയിലും കവളപ്പാറയിലുമൊക്കെ ഉണ്ടായ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ആ അനുഭവം മുന്നിൽ വെച്ചുകൊണ്ട് പ്രതിപക്ഷം പൂർണ്ണമായി സഹകരിക്കുകയാണല്ലോ. ഇപ്പോൾ എല്ലാവരും സഹകരിച്ചാണ് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. ഞങ്ങളൊക്കെ സമ്പൂർണ്ണമായ പിന്തുണയാണ് നൽകിയിട്ടുള്ളത്. എല്ലാ MLA-മാരും MP-മാരും ഒക്കെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുകയാണ്. അതുകൂടാതെയാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 100 വീട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി തന്നെ മുൻകൈയെടുത്ത് അത് നിറവേറ്റാൻ പോകുന്നത്.